ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം. ശലോമോൻ രാജാവ് ഫറവോൻ്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, എദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ ജാതിക്കാരിത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതിക്കാരിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന് ദേവിയായ അസ്തരോത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയുടെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമേഷിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലോക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരത്തിൽ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന് കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരികെയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിൻ്റെ ദാസന് കൊടുക്കും. എങ്കിലും നിൻ്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിൻ്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. എന്നാൽ നിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും. എങ്കിലും രാജത്വം മുഴുവനും പറിച്ചു കളയാതെ എൻ്റെ ദാസനായ ദാവീദ് നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിൻ്റെ മകന് കൊടുക്കും. യഹോവ എദ്യോമിനായ ഹദദ് എന്നൊരു പ്രതിയോഗിയെ ശലോമോൻ്റെ നേരെ എഴുന്നേൽപ്പിച്ചു. അവൻ ഏദോം രാജസന്നിധിയിലുള്ളവനായിരുന്നു. ദാവീദ് ഏദോമിനെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്ന് ഏദോമിലെ പുരുഷപ്രജയൊക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏദോമിലെ പുരുഷപ്രജയൊക്കെയും നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രായേലും അവിടെ 6 മാസം പാർത്തിരുന്നു. ഹദദ് എന്നവൻ തൻ്റെ അപ്പൻ്റെ ഭൃത്യന്മാരിൽ ചില ഏദോമ്യരുമായി മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഹദദ് അന്ന് പൈതലായിരുന്നു. അവർ മിദ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാറാനിലെത്തി. പാറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രൈം രാജാവായ ഫറവോൻ്റെ അടുക്കൽ ചെന്നു. അവനൊരു വീട് പണിതു ആഹാരം കൽപ്പിച്ചൊരു ദേശവും കൊടുത്തു. ഫറവോന് ഹദദിനോട് വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ തൻ്റെ ഭാര്യയായ തഖ്പനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു. തഖ്പനേസിൻ്റെ സഹോദരി അവന് ഗനൂബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു. അവനെ തഖ്പനേസ് മുലകുടി മാറ്റി ഫറവോൻ്റെ അരമനയിൽ വളർത്തി. അങ്ങനെ ഗനൂബത്ത് ഫറവോൻ്റെ അരമനയിൽ ഫറവോൻ്റെ പുത്രന്മാരോടുകൂടെ ആയിരുന്നു. ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബ് മരിച്ചു എന്നും ഹദദ് മിസ്രൈമിൽ നിന്ന് കേട്ടിട്ട് ഫറവോനോട്, ഞാൻ എൻ്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണം എന്ന് പറഞ്ഞു. ഫറവോൻ അവനോട്, നീ സ്വദേശത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടേണ്ടതിന് എൻ്റെ അടുക്കൽ നിനക്ക് എന്തു കുറവുള്ളൂ എന്ന് ചോദിച്ചു. അതിനവൻ, ഒന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും എന്നെ ഒന്ന് അയക്കണമെന്ന് പറഞ്ഞു. ദൈവം അവൻ്റെ നേരെ എല്യാദീവിൻ്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു. അവൻ സോബ രാജാവായ ഹദദേസർ എന്ന തൻ്റെ യജമാനെ വിട്ട് ഓടിപ്പോയിരുന്നു. ദാവീദ് സോബക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു. അവർ ദമ്മേശെക്കിൽ ചെന്ന് അവിടെ പാർത്തു. ദമ്മേശെക്കിൽ വാണു. ഹദദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോൻ്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുത്തു അരാമിൽ രാജാവായി വാണു. സെരേദയിൽ നിന്നുള്ള എഫ്രൈമ്യനായ നെബാത്തിൻ്റെ മകൻ യൊരബയാം എന്ന ശലോമോൻ്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. അവൻ്റെ അമ്മ സെരൂയ എന്നു പേരുള്ള ഒരു വിധവയായിരുന്നു. അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ, ശലോമോൻ മില്ലോ പണിതു തൻ്റെ അപ്പനായ ദാവീദിൻ്റെ നഗരത്തിൻ്റെ അറ്റകുറ്റം തീർത്തു. എന്നാൽ യൊരബയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ശലോമോൻ യോസഫ് ഗൃഹത്തിൻ്റെ കാര്യാദികളൊക്കെയും അവൻ്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. ആ കാലത്ത് ഒരിക്കൽ യൊരബയാം യെരൂശലേമിൽ നിന്ന് വരുമ്പോൾ ശില്യോന്യനായ അഹിയാ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു. അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു. 2 പേരും വയലിൽ തനിച്ചായിരുന്നു. അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി. യൊരബയാമിനോട് പറഞ്ഞതെന്തെന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ രാജത്വം ശലോമോൻ്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തം ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും
തെരഞ്ഞെടുത്ത യെരൂശലേം നഗരനിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് സീദോന് ദേവനായ അസ്തരോത്തിനെയും മോവാബ്യ ദേവനായ കെമോഷിനെയും അമ്മോന്യ ദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവൻ്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എൻ്റെ വഴികളിൽ നടക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ. എന്നാൽ രാജ്യത്വം മുഴുവനും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല. ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എൻ്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവൻ്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വെച്ചേക്കും. എങ്കിലേ അവൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്വം നിനക്ക് തരും. 10 ഗോത്രങ്ങളെ തന്നെ എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേം നഗരത്തിൽ എൻ്റെ മുമ്പാകെ എൻ്റെ ദാസനായ ദാവീദിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവൻ്റെ മകനൊരു ഗോത്രത്തെ കൊടുക്കും. നീയോ നിൻ്റെ ഇഷ്ടം പോലൊക്കെയും വാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രായേലിന് നിനക്ക് തരും. ദാവീദിൻ്റെ സന്തതിയെയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും, സദാകാലത്തേക്കല്ല താനും. അതുകൊണ്ട് ശലോമോൻ യൊരോബെയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ യൊരോബെയാം എഴുന്നേറ്റ് മിസ്രൈമിൽ ശീശക്ക് എന്ന മിസ്രൈം രാജാവിൻ്റെ അടുക്കൽ ഓടിപ്പോയി. ശലോമോൻ്റെ മരണം വരെ അവൻ മിസ്രൈമിലായിരുന്നു. ശലോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ ജ്ഞാനവും ശലോമോൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനെ വാണകാലം 40 സംവത്സരമായിരുന്നു. ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ രെഹബെയാം അവനു പകരം രാജാവായി.